ഹലോ ഗൈസ്, അപ്പം നമുക്കിന്നൊരു ചിക്കൻ കറിയുടെ റെസിപ്പി നോക്കിയാലോ? എന്നാ ബൈ. ഓക്കെ, ഇന്ന് ഞാൻ ഈ റെസിപ്പി ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഹോസ്റ്റലേഴ്സിനും വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നവർക്കും എബ്രോഡ് പോയിട്ട് കിച്ചണിലെ പരിപാടിയൊന്നും പ്രത്യേകിച്ച് അറിയാൻ പാടില്ലാത്ത പിള്ളേർക്കും വേണ്ടിയിട്ടാണ്. അതായത് എന്നെ പോലുള്ള ടീംസിന്. സോ ഭയങ്കര എളുപ്പത്തിൽ ഇത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഞാൻ ആക്ച്വലി കണ്ടത് ഇൻസ്റ്റഗ്രാം സ്ക്രോൾ ചെയ്തിരുന്നപ്പോൾ ഒരു ചേച്ചീൻ്റെ വീഡിയോയിലാണ്. സോ ആ വീഡിയോയിൽ പറയണ ഓൾമോസ്റ്റ് ഐറ്റംസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ സ്പോട്ടിൽ തന്നെ സാധനം ചെയ്തു നോക്കി. പക്ഷേ ഫസ്റ്റ് ടൈമായിട്ടാണ് ഉണ്ടാക്കണേന്ന് ആര് കഴിച്ചാലും അത് പറയില്ല, കാരണം അത്രയും അടിപൊളിയായിട്ട് വന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുടെ അടുത്തും കൂടെ ആ റെസിപ്പി ഷെയർ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ഫസ്റ്റ് കുറച്ച് ചിക്കൻ പീസ് എടുത്ത് കഴുകി വൃത്തിയാക്കി നല്ല അടിപൊളിയാക്കി നല്ല കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അതിനെ ഞാൻ എന്ത് ചെയ്തു, ചെറിയ ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്ത് മാറ്റി. ഇത് നിങ്ങൾക്ക് ബോൺലെസ് ആയാലും ബോണുള്ളതായാലും എടുക്കാം. ബോൺലെസ് ആണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാനെടുത്തത് ബോണുള്ള പീസസാണ്. ആൻഡ് ഒരു പീസ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, അത് വേറെ റെസിപ്പിക്ക് വേണ്ടിയിട്ടാണ്. ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് വെളുത്തുള്ളി, ഇഞ്ചി, കാഷ്യൂ, പിന്നെ മല്ലിയില, പൊടികളായിട്ട് ഉപ്പ്, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പുളിയില്ലാത്ത കേടും, പിന്നെ കുറച്ചും കൂടി അരയാനായിട്ട് വെള്ളം കൂടി ഒഴിച്ച് നല്ലോണം അരച്ചെടുക്കുക. ഇനി നമുക്ക് വേണ്ടത് 2 തക്കാളിയാണ്. അത് ഞാൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാൻ വയ്ക്കുക, എണ്ണ ചൂടാക്കുക, അതിലേക്ക് നമ്മൾ ഈ തക്കാളി ഇട്ട് കൊടുക്കുക. ഇനി നല്ലോണം അങ്ങോട്ട് ചൂടാക്കിയിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. ഈ തക്കാളിയൊക്കെ നല്ലോണം വഴണ്ട് നല്ല സ്മാഷി പരിവാകുമ്പോൾ നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ച ആ മിക്സ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ കുറുകുന്ന വരെ നമ്മൾ നല്ലോണം മിക്സ് ചെയ്യുക. കുറച്ച് നേരം അടച്ച് വെച്ച് നല്ലോണം കുറുക്കിയെടുക്കുക. അപ്പോൾ നല്ല രീതിക്ക് നമ്മൾ നേരത്തെ ഒഴിച്ച ഓയിലൊക്കെ നല്ലോണം തെളിഞ്ഞ് വരും. ആ ഒരു ടൈം വരെ നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ആയി വരും. ഇനി ഒരു ടൈമിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ് നേരെ നമ്മുടെ ചിക്കൻ പീസസ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഈ ചിക്കന് പകരം ഞാൻ പ്രോൺസും കൂടെ ആഡ് ചെയ്ത് പരീക്ഷിച്ചായിരുന്നു. ആൻഡ് അതും നല്ല കറക്റ്റായിട്ട് സക്സസ്ഫുള്ളായിട്ട് വരികയും ചെയ്തു. സോ 2 രീതിക്ക് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ചിക്കൻ പീസുമേ ഈക്വലി ആ മിക്സ് എത്തണ രീതിക്ക് നല്ലോണം ഒരു സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുക. ഇനി അടച്ച് വെച്ചിട്ട് നല്ല രീതിക്ക് വേവിച്ചെടുക്കുക. നമുക്ക് അത് കാണാൻ പറ്റും, ഇങ്ങനെ ആ ചിക്കൻ പീസ് ഇങ്ങനെ ഓരോന്ന് വിട്ട് ഇങ്ങനെ പോരുന്ന രീതിക്ക് ആവണ ടൈം വരെ നമ്മൾ നല്ല രീതിക്ക് വേവിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഒരു സവാള, ഞാനൊരു ഒരു മുക്കാലൊക്കെ എടുത്തിട്ടുള്ളൂ ഒരു സവാളൻ്റെ, അതിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. ഇനി അതൊന്ന് വഴണ്ട് ഒന്ന് റെഡിയായി വരുമ്പോൾ കുറച്ച് ഗരം മസാലയും കൂടി ഫ്ലേവറിന് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ലാസ്റ്റ് നിങ്ങൾക്ക് കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ കുറച്ചും കൂടി നല്ലൊരു ഫ്ലേവർ കിട്ടും. എൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാനത് ആഡ് ചെയ്തില്ല. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് തുറന്ന് നോക്കിയപ്പോഴില്ലേ, ഇതിന് വെന്ത സ്മെല്ലും ഗരം മസാലേൻ്റെ മണവും എല്ലാം കൂടി ആയിട്ട് നല്ല അടിപൊളി മണമായിരുന്നു. സോ എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ കമൻസ് താഴെ അറിയിക്കുക. സോ ഞാൻ പൊറോട്ട വെച്ചിട്ട് ആണിത് ട്രൈ ചെയ്ത് നോക്കിയത്. നിങ്ങൾക്ക് ചോറിൻ്റെ കൂടെയോ പൊറോട്ടേൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും അടിപൊളിയായിട്ട് ഇത് കോംബോ പോകും. സോ എന്തായാലും ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കുക. ഞാൻ ട്രൈ ചെയ്യാൻ പോവാണ്. ആക്ച്വലി നല്ല ചൂടുണ്ടായിരുന്നു, ആവി പറക്കുന്നുണ്ട്, അത്രയും നല്ല ചൂടായിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു നമ്മളിങ്ങനെ വായിലോട്ട് വെക്കുമ്പോൾ ഉള്ള ഒരു ടേസ്റ്റ്, അത് എന്ത് പറഞ്ഞാലും അങ്ങനെ മനസ്സിലാവില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് എന്തായാലും നോക്കുക. സോ നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. ബൈ.